വണ്ടിപ്പെരിയാർ വഞ്ചിവയൽ ആദിവാസി നഗറിലെ അടിസ്ഥാന സൗകര്യക്കുറവ് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് കമ്മീഷന്റെ ഉത്തരവ്. ഈ സാഹചര്യത്തിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മധു മോഹൻ വഞ്ചിവയലിലെത്തി അന്വേഷണം നടത്തി. ഏറ്റവും അടുത്ത ദിവസം തന്നെ കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. ആദിവാസി ജനങ്ങൾ അധിവസിക്കുന്ന വണ്ടിപ്പെരിയാർ വള്ളക്കടവ് വഞ്ചിവയൽ നഗറിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വഞ്ചിവയൽ ഊരുമൂപ്പന്റെ നേതൃത്വത്തിൽ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് ഉത്തരവ് ലഭിച്ചത്. റോഡ്, വെള്ളം, ശൗചാലയം, വൈദ്യുതി തുടങ്ങിയവ ഇല്ലെന്ന് കാണിച്ചായിരുന്നു പരാതി നൽകിയത്. വഞ്ചിവയൽ അങ്കണവാടിയിൽ വെച്ച് നടന്ന യോഗത്തിൽ ഊരുമൂപ്പൻ, അജയൻ, അങ്കണവാടി പ്രവർത്തകർ എന്നിവർ ആദിവാസിയൂരിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് അറിയിച്ചു. സംഭവത്തിൽ വിശദമായ അന്വേഷണം പൂർത്തിയാക്കി ഏറ്റവും അടുത്ത ദിവസം തന്നെ മനുഷ്യാവകാശ കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മധു മോഹൻ പറഞ്ഞു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു സിറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പുറപ്പെടുവിച്ച ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വഞ്ചിവയൽ കോളനി റേഞ്ച് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി, MLAയുടെ പ്രതിനിധി, പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നിവർ ചേർന്ന് സന്ദർശിച്ചിട്ടുള്ളത്. ഊരുമൂപ്പന്റെ കൂടെയുള്ളവരുടെയും അഭിപ്രായം രേഖപ്പെടുത്തിയതിനു ശേഷം കമ്മീഷണർ റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇവിടെ ഇങ്ങനൊരു മീറ്റിംഗ് സംഘടിപ്പിച്ചത്. ഇവർക്ക് പറയാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവങ്ങൾ ഉള്ള എല്ലാവരെ നമുക്ക് അറിയിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പഞ്ചായത്തിന്റെ ലെവലിലും ഫോറസ്റ്റിന്റെ ലെവലിലും പരിഹരിക്കാൻ കഴിയുന്നതും MLA ലെവലിൽ പരിഹരിക്കാൻ കഴിയുന്നതും ഇപ്പോൾ അതിന്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പരിഹരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉടനെ തന്നെ ചെയ്യുന്നതാണ്. അതേസമയം പീരുമേട് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും വഞ്ചിവയലിലേക്കുള്ള റോഡ് നിർമ്മിക്കുന്നതിന് 3 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഭൂമി വിട്ടു നൽകേണ്ടത് വനംവകുപ്പാണ്. വനംവകുപ്പിന്റെ നടപടിക്രമങ്ങളിലെ കാലതാമസമാണ് ഇവിടെ വികസനമെത്താൻ കാലതാമസം നേരിടുന്നതെന്നാണ് വിലയിരുത്തൽ.